വെൽക്കം. തായ്മാനാണ്. കണ്ണെക്കുറിച്ചിട്ടാണ് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണിത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ വിഷ്വൽ പാത്വേ ഓർ ഒപ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, ഓർ പാത്വേ ഓഫ് വിഷൻ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ. ആൻഡ് ഈ പാത്വേയിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നാൽ അല്ലെങ്കിൽ ലീഷൻസ് വന്നാൽ കാഴ്ചയിൽ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാക്കും എന്ന് കൂടി നമുക്ക് പറയാം. രണ്ട് കാര്യങ്ങൾ, 1 ഈസ് അബൌട്ട് പാത്വേ ആൻഡ് 2 ഈസ് അബൌട്ട് ദ ലീഷൻസ് ഓഫ് ഒപ്റ്റിക് പാത്വേ. ആക്ച്വലി എന്താണ് ഈ ഒപ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക് പാത്വേ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആരംഭിക്കുന്നു. കണ്ണിലെ റെറ്റിന, കണ്ണിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇതാണ് കണ്ണെങ്കിൽ കണ്ണിന്റെ 3ാമത്തെ ലെയർ റെറ്റിന, നമ്മുടെ തലച്ചോറിൽ കാഴ്ചയുടെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തലച്ചോറ് ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ്, ഓസിപിറ്റൽ ലോബിലാണ് കാഴ്ചയുടെ ഭാഗങ്ങൾ. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ അങ്ങ് പോയി ഓസിപിറ്റൽ ഭാഗത്തേക്ക് പോകുന്ന എവിടെയൊക്കെ എത്തുന്നു ആ പോകുന്ന വഴികളെ പറ്റിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ദ പാത്വേ ഓഫ് നെർവ് സ്റ്റാർട്ടിംഗ് ഫ്രം റെറ്റിന ടു സെറിബ്രൽ കോർട്ടെക്സ്. ഇതാണ് ഒപ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. മറ്റെല്ലാ പാത്വേയും പോലെ തന്നെ നമുക്കും ഇവിടെ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാകും. ദർ വിൽ ബി എ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ, then a second order, third order. ഫസ്റ്റ് ഓർഡർ ഇവിടെ കണ്ണിൽ തന്നെയാണ്. കണ്ണിലെ റോഡ്സ് കഴിയുമ്പോഴത്തേക്കുള്ള ബൈപോളാർ ആണ് ഫസ്റ്റ് ഓർഡർ. അത് കഴിഞ്ഞിട്ടുള്ള ഗാംഗ്ലിയോൺ, ആ നെർവ്സ് ഇങ്ങനെ ഓപ്റ്റിക് നെർവായിട്ട് ഇങ്ങനെ അങ്ങ് പോയി ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എന്ന് പറയുന്ന സ്ഥലം വരെ എത്തുമ്പോഴത്തേക്കും സെക്കൻഡ് ഓർഡർ. അവിടെ നിന്ന് ഓപ്റ്റിക് റേഡിയേഷൻസ് ആയിട്ട് തേർഡ് ഓർഡർ. ഇങ്ങനെ 3 ഓർഡർ പാത്വേ. അതാണിത്. ഈ പാത്വേ ഒക്കെ പറയുന്നതിന് മുമ്പ്, നമുക്കിത് ഫൈനൽ കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഈ കൺസെപ്റ്റ്സ് അറിഞ്ഞാൽ മാത്രമേ അവയിൽ ഉണ്ടാകുന്ന ലീഷൻസും ഒക്കെ എങ്ങനെ കാഴ്ചയെ ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ണിന്റെ വിഷ്വൽ ഫീൽഡ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എന്താണ് വിഷ്വൽ ഫീൽഡ് ഓഫ് വിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 2 കണ്ണുകളാണുള്ളത് അല്ലെ. കണ്ണൊന്ന് വരയ്ക്കാം. ഇതാണ് കണ്ണ്, ഒരു കണ്ണ്. ഇത് ലെഫ്റ്റ് ഐ ആണ്, ഇടത്തെ കണ്ണാണ്. അപ്പൊ റൈറ്റ് ഐയും കൂടി വരയ്ക്കണം. റൈറ്റ് ഐ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇത് റൈറ്റ് ഐ. റൈറ്റ് ഐ. ഈ 2 കണ്ണുകളും ഒരേ സമയം ഒരേ കാഴ്ചകൾ തന്നെയാണോ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഈ 2 കണ്ണുകളും വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ഓരോ കണ്ണിനും ഓരോ വിഷ്വൽ ഫീൽഡ് ഉണ്ട്. ഒരു കണ്ണിന്റെ പരിധിയിൽ വരുന്ന കാഴ്ചകളാണ് ആ കണ്ണുകൾ കാണും. അതിനാണ് നമ്മൾ വിഷ്വൽ ഫീൽഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഐ, ഫീൽഡ് ഓഫ് വിഷൻ ഓഫ് ദാറ്റ് ഐ എന്ന് പറയും. ഇതാണ് നമ്മുടെ കണ്ണ്. ഈ കണ്ണുകൾ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെഫ്റ്റ് കണ്ണിന്റെ വിഷ്വൽ ഫീൽഡ് ആയിട്ട് പറയാം. ഇത് നമുക്ക് റൈറ്റ് കണ്ണിന്റെ വിഷ്വൽ ഫീൽഡ് ആയിട്ട് പറയാം. ഇനി നമ്മൾ ഈ ഓരോ കണ്ണിന്റെയും വിഷ്വൽ ഫീൽഡിനെ നമ്മൾ 2 ആക്കുകയാണ്. ഇത് ലെഫ്റ്റ് ഐ ആണ്. ലെഫ്റ്റ് ഐയുടെ വിഷ്വൽ ഫീൽഡ് നമ്മൾ 2 ആയി കഴിഞ്ഞാൽ ഈ ഭാഗം, ഈ ഭാഗം ഞാൻ റെഡ് എടുക്കാം. ഈ ഭാഗത്തെ നമുക്ക് പെരിഫറൽ സൈഡ് ആണല്ലോ, ഈ കണ്ണിന്റെ ഈ സൈഡ്, അല്ലെങ്കിൽ ടെമ്പറൽ എന്ന് പറയുമ്പോൾ ചെവിയുടെ ഭാഗമാണ്. ടെമ്പറൽ വിഷ്വൽ ഫീൽഡ് ചെവിയുടെ അടുത്തുള്ള ഭാഗമാണ്. ആൻഡ് ഈ ഭാഗം നമുക്ക് നീല കളറിൽ വരയ്ക്കാം. ഈ ഭാഗം എന്ന് പറയുമ്പോൾ നെയ്സൽ ഹാഫ് ആണ്, മൂക്കിന്റെ ഇവിടെ മൂക്കാണല്ലോ, നടുവിലാണ് മൂക്ക് ഇരിക്കുക. ദിസ് ഇസ് നെയ്സൽ ഹാഫ്, അല്ലെങ്കിൽ മീഡിയൻ ഓർ ബാർ നെയ്സൽ ഹാഫ് ഓഫ് ദാറ്റ് ലെഫ്റ്റ് ഐ എന്ന് വിളിക്കും. സെയിം ഇതേപോലെ വലത് കണ്ണിനും ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ ഈ നടുവിൽ ഉള്ളത് നെയ്സൽ ഹാഫ് ആയിരിക്കും, അല്ലെ, നെയ്സൽ ഹാഫ് ആണ്. ആൻഡ് ഈ അറ്റത്തുള്ളത് ടെമ്പറൽ സൈഡ് ഓഫ് ദിസ് റൈറ്റ് ഐ. ഇത് റൈറ്റ് ഐ ആണ്. അപ്പോൾ ഇതിന്റെ ടെമ്പറൽ ഹാഫ്. നെയ്സൽ ഹാഫ് ഉണ്ട്, ടെമ്പറൽ ഹാഫ് ഉണ്ട്, രണ്ടിനും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഈ കാണുന്നതിനെ മോണോ ഓക്കുലാർ വിഷൻ എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ഈ സെൻട്രൽ ഹാഫ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ കണ്ണിനും കാണാൻ പറ്റും, ഈ കണ്ണിനും കാണാൻ പറ്റും. ദിസ് ഈ ഏരിയയെ നമുക്ക് ബൈനോക്കുലാർ വിഷ്വൽ ഫീൽഡ് എന്നാണ്. 2 കണ്ണ് വെച്ചും കാണാം, വിഷ്വൽ ഫീൽഡ് എന്ന് പറയും. ഇനി നമുക്ക് കണ്ണിൽ ഈ റെറ്റിനയിലും നമുക്ക് ഇതേപോലെ 2 ആക്കുകയാണെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് നെയ്സൽ ഹാഫ് ആണ്, വലത്തെ കണ്ണിന്റെ നെയ്സൽ ഹാഫ് ആണ് ഇത്. അപ്പൊ ഇത് വലത്തെ കണ്ണിന്റെ ടെമ്പറൽ ഹാഫ് ആണ്. ടെമ്പറൽ ഹാഫ് സൈഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇത് ഇടത്തെ കണ്ണിന്റെ ടെമ്പറൽ ഹാഫ് ആണ്. ആൻഡ് ഇത് ഇടത്തെ കണ്ണിന്റെ നെയ്സൽ ഹാഫ് ആണ്. ഇനി നമ്മൾ പറയാ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഇടതുവശത്തെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ വലതുവശമാണ്. അതേപോലെ തന്നെ തിരിച്ചും വലതുവശത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇടതുവശമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഈ വിഷ്വൽ ഫീൽഡ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിഷ്വൽ ഫീൽഡിനെ ഇത് 1
ഇത് 2, ഇത് 3, ഇത് 4 ആക്കാം. ഈ ഭാഗം എടുത്തേക്ക് ഇത് A ആക്കാം, ഇത് B ആക്കാം, ഇത് C ആക്കാം, ഇത് D ആക്കാം. ഞാൻ വരയ്ക്കുന്നത് പല ആൾക്കാർക്ക് ഇത് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. 1 to A എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. സോ ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ പോകും. ഇനി കൺസെപ്റ്റ്, പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഇനി ടെമ്പറൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ്, ഇത് ടെമ്പറൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ് ഓഫ് ദ ലെഫ്റ്റ് ഐ, ഇത് റൈറ്റ് ഐ. ഇവിടെ നിന്ന് വരുന്ന പ്രകാശം അല്ലെങ്കിൽ കാഴ്ച പോകുന്നത് നെയ്സൽ ഹാഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഐ. ഇപ്പൊ ഇത് ടെമ്പറൽ ഹാഫ് ആണെങ്കിൽ ഇത് നെയ്സൽ ഹാഫ് ആണ്, ഇത് ടെമ്പറൽ ഹാഫ് ആണെങ്കിൽ ഇത് നെയ്സൽ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിന്ന് കാഴ്ച ഇങ്ങോട്ടേക്കാണ് പോവുക, 1ൽ നിന്ന് ബിയിലേക്കാണ് പോവുക. 4ൽ നിന്ന് സിയിലേക്കായിരിക്കും കാഴ്ച പോവുക. ഈ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ നെയ്സൽ ഹാഫിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെയ്സൽ ഹാഫിൽ നിന്ന് പോകുക ടെമ്പറൽ ഹാഫ് ഓഫ് ദ റെറ്റിനയിലേക്കായിരിക്കും പോവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. സോ 3ൽ നിന്ന് ഡിയിലേക്കും 2ൽ നിന്ന് എയിലേക്കും ആവും. സോ അപ്പോൾ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇൻ ദ ലെഫ്റ്റ് ഐ 1 to B and 2 to A. ഓക്കെ, ഇത് നെയ്സൽ ഹാഫ്, ഇത് ടെമ്പറൽ ഹാഫ്. ഇവിടെ ആണെങ്കിൽ 3 to D and 4 to C. സോ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. നെയ്സൽ ടു ടെമ്പറൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. സോ ലൈറ്റ് ഇപ്പൊ കണ്ണിലെത്തി, റെറ്റിനയിലെത്തി. ഇതാണ് റെറ്റിന, 3rd ലെയർ ഓഫ് ദ ഐയിലെത്തി. ഇനി റെറ്റിനയിലെ റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ട്, അത് കഴിഞ്ഞ് ബൈപോളാർ സെൽസ്, പിന്നെ ഗാംഗ്ലിയോൺ. സോ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചാണ്, ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല. ഇപ്പൊ ഇത് റോഡാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഇത് ബൈപോളാർ ആണെന്ന് വിചാരിക്കുക, ദെൻ ഗാംഗ്ലിയോൺ സെൽ ഇവിടെ ആണെങ്കിൽ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. ഗാംഗ്ലിയോൺ വരെയുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. ഇനി ഗാംഗ്ലിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഗാംഗ്ലിയോണിന്റെ ആക്സോൺസ് എല്ലാം കൂടി കെട്ടുകളായിട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു കെട്ടുകളായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് നമ്മുടെ. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഒപ്റ്റിക് ഫൊറാമൻ ആ ബ്രെയിനകത്തേക്ക് കാരണമല്ലോ, ബ്രെയിൻ ഇപ്പൊ ഏകദേശം മൂക്കിന്റെ ഒക്കെ പുറകിലായിരിക്കുമല്ലോ, അത് വന്ന് ഹൈപ്പോതലാമസ് ആ ഏരിയയിലേക്കാണ് പോകേണ്ടത്. സോ ഒപ്റ്റിക് ഫൊറാമൻ വഴി ബ്രെയിനിലേക്ക് കയറുന്നു. സോ ദിസ് ന്യൂറോൺ, ഈ ഇതാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. സോ ഒപ്റ്റിക് നെർവ് ആണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ആയിട്ട് പറയാം. ഇനി ഇത് എങ്ങോട്ടാണ് പോവുക? സോ ഇതാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയാ. സോ ഇത് ഇവിടുത്തെ ഒപ്റ്റിക് നെർവ് ആണ്. ഓരോ കണ്ണിന്റെയും ടെമ്പറൽ സൈഡ്, ഇത് കണ്ണിന്റെ ടെമ്പറൽ സൈഡ് ആണ് എന്ന് വെച്ചാൽ നെയ്സൽ ഹാഫിൽ നിന്ന് വരുന്നതാണ്. സോ ഇത് ഇവിടുത്തെ ടെമ്പറൽ സൈഡ് ആണ്. സോ ടെമ്പറൽ സൈഡിൽ വന്ന് വീഴുന്ന ടെമ്പറൽ സൈഡ് ഓഫ് ദ റെറ്റിനയുടെ ടെമ്പറൽ സൈഡിൽ വീഴുന്ന വെളിച്ചം, അതിന്റെ ഡാറ്റ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആ നെർവ് അങ്ങ് പോകുന്നത് ബ്രെയിനിന്റെ അതേ ഭാഗത്തേക്ക് തന്നെയാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ദ സെയിം സൈഡ് ഓഫ് ദ ബ്രെയിൻ. ഇത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് പോവുക. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പൊ ഇത് ലെഫ്റ്റ് ഐ ആയതുകൊണ്ട് ഇത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിലേക്കായിരിക്കും പോവുക. ഇത് റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ, അല്ലെ, അങ്ങോട്ടേക്ക് തന്നെയാണ് പോവുക. സോ റൈറ്റ് ഐയുടെ ടെമ്പറൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി, ഡി ആണ് അടയാളപ്പെടുത്തി, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോവുക. അതേ കണ്ടിരിക്കുന്ന ബ്രെയിനിന്റെ ഹെമിസ്ഫിയറിലേക്ക് തന്നെയാണ് പോവുക. സോ അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, നെയ്സൽ ഹാഫ് അല്ലെങ്കിൽ ബൈനോക്കുലാർ വിഷൻ ഫീൽഡിലുള്ള കാര്യങ്ങൾ അതേ ബ്രെയിനിന്റെ അതേ സൈഡിലേക്ക് തന്നെയാണ് പോകുക എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി രണ്ട് കണ്ണിലെയും നെയ്സൽ ഹാഫ്, കണ്ണിന്റെ നെയ്സൽ ഹാഫ്, അതായത് ആ കണ്ണിന്റെ ടെമ്പറൽ ഹാഫ്, ഈ കണ്ണ് വെച്ച് മാത്രമേ ഇത് കാണാൻ പറ്റൂ. ഇവിടെ നിന്ന് വരുന്നത്, ഇവിടെ എത്തുന്ന കാഴ്ചകൾ പുറത്തേക്ക് ഒപ്റ്റിക് നെർവായിട്ട് പോയിട്ട് പോകുന്നത് ഇങ്ങനെ അങ്ങ് പോയി ഇവിടെ എത്തി, അത് ഇങ്ങോട്ടേക്കാണ്. ഇറ്റ് ക്രോസ് ഓവർ, തിരിച്ചിവിടെയാണെങ്കിൽ അത് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങോട്ടേക്കായിരിക്കും പോകും. സോ അതർ ഹെമിസ്ഫിയറിലേക്കാണ് പോവുക. അതായത് വലത് കണ്ണ് വെച്ച് കാണുന്ന കാര്യങ്ങൾ, മാത്രം കാണുന്ന കാര്യങ്ങൾ ഇടത് ഹെമിസ്ഫിയറിലേക്കും, ഇടത് കണ്ണ് വെച്ച് മാത്രം കാണുന്ന കാര്യങ്ങൾ വലത് ഹെമിസ്ഫിയറിലേക്കുമാണ് പോകുക. സോ ഈ രണ്ടായി തിരിയുന്ന ഭാഗം ഇവിടെ, ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക ഒപ്റ്റിക് ചയാസ്മ എന്നാണ്. ഒപ്റ്റിക് ചയാസം എന്നും പറയാറുണ്ട്. ഒപ്റ്റിക് ചയാസ്മ എന്നാണ് നമ്മൾ പറയുക. സോ ഈ ഒപ്റ്റിക് ചയാസം ഇപ്പൊ ഇവിടെ നമ്മൾ കാണാം, നമ്മളിപ്പോ ബ്രെയിൻ, നമ്മളിപ്പോ ഇത് സ്പൈനൽ കോഡ്, മെഡുല്ല, ഇത് പോൺസ് അല്ല, ഇത് മിഡ് ബ്രെയിൻ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്, പിന്നെ പിറ്റ്യൂട്ടറി, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഉണ്ട എന്തെന്നാ, ഈ ഉണ്ടയാണ് ദിസ് ഒപ്റ്റിക് ചയാസം എന്ന് നമ്മൾ പറയാം. സോ ഞാൻ ജസ്റ്റ് ആ ഏരിയ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദിസ് ഏരിയ ഇസ് ദ ഒപ്റ്റിക് ചയാസം. മിഡ് ബ്രെയിനിന്റെ ഏരിയ ആണ് ഈ ഒപ്റ്റിക് ചയാസം എന്ന് നമ്മൾ പറയാം. ഇനി ഒപ്റ്റിക് ചയാസത്തിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും, ഒപ്റ്റിക് ചയാസം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് പിന്നെ നമ്മൾ വിളിക്കുക ഒപ്റ്റിക് നെർവ് അല്ല, ഇവിടം വരെയായിരുന്നു ഒപ്റ്റിക് നെർവ്, ഇനി വിളിക്കുക ഒപ്റ്റിക് ട്രാക്ട് എന്നാണ്. സോ ഇതും ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു, ഏകദേശം ഇവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ് പോവുക. ഞാൻ വരച്ചപ്പോൾ ശരിയായി വരച്ചില്ല
മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ഏരിയ ഈസ് കോൾഡ് ആസ് ഒപ്റ്റിക് ട്രാക്ട്. അപ്പൊ ഇതും ഒപ്റ്റിക് ട്രാക്ട് ആണ്, ഇതും ഒപ്റ്റിക് ട്രാക്ട് ആണ്. ഇവിടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദീസ് ആർ കോൾഡ് ആസ് ഒപ്റ്റാക്ട്. സോ ഇവിടം വരെ ഒപ്റ്റിക് നെർവ് ആണ്. ഇനി പറയുന്നത് ഒപ്റ്റിക് ട്രാക്ട് ആണ്. ഈ ഒപ്റ്റിക് ചയാസം, ഇതാണ് ഒപ്റ്റിക് ചയാസം. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാക്റ്റുകൾ പ്രധാനമായിട്ട് പോകുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് പോകുന്നത് 3 ഭാഗത്തേക്കാണ്. നമുക്കതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്, ഇപ്പൊ ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. വൺ ഈസ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി. അത് തലാമസിന്റെ സൈഡിലുള്ളതാണ്. ഓക്കെ, തലാമസിന്റെ ലാറ്ററൽ സൈഡിലുള്ള, ഇത് തലാമസ് ഞാനിപ്പോൾ വലുതായിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ തലാമസിന്റെ സൈഡിലുള്ള ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, ഇവിടേക്കാണ് പോവുക. വേറെ കുറച്ച് ട്രാക്കുകൾ, മീഡിയൻ ട്രാക്കുകൾ ഉണ്ട്. ഇത് ഒരെണ്ണം പോകുന്നത് ഹൈപ്പോതലാമസിന്റെ SCN എന്ന് വെച്ചാൽ സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിലേക്കാണ്. ഒരെണ്ണം പോകുന്നത് ടാക്ടൽ, മിഡ് ബ്രെയിന്റെ ടാക്ടൽ ഭാഗത്തേക്ക് പോകുന്നു. സോ ഇത് പോകുന്നത് നമുക്കറിയാം സിർക്കാഡിയൻ റിതം, അല്ലെ, രാത്രി പകൽ അങ്ങനെയൊക്കെ അറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ്. ഇത് പ്യൂപ്പില്ലറി റിഫ്ലക്സിന് വേണ്ടി പോകുന്നതാണ്. പ്യൂപ്പിൽ നമുക്ക് വേണ്ടത് ഇപ്പൊ കാഴ്ചയുടെയാണ്. സോ വി നീഡ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സോ ഈ 2 ട്രാക്റ്റുകളും ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലേക്ക് എത്തുന്നു. ഈ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ഇത് നമുക്ക് 6 ഭാഗമായിട്ട് തിരിക്കാം. 1 2 3 4 5 6 1 2 3 4 5 6 6 ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ വരുന്നത് ഈ ഇപ്സിലാറ്ററൽ എന്ന് വെച്ചാൽ സെയിം സൈഡ്. ഇപ്പൊ നീല കളറിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ നീല കളറിൽ വരുന്ന സെയിം സൈഡ് ഓഫ് ദി ബ്രെയിൻ ആണ്. അത് പോകുന്നത് 2 3 5 ഭാഗത്തേക്കാണ്. സോ കണക്ഷൻസ് ടു ദ 2 3 5 ആണെങ്കിൽ, ആൻഡ് മറ്റേത് കോൺട്രാലാറ്ററൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത് 1 4 6ലേക്കായിരിക്കും പോവുക. അപ്പോൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് റീച്ചസ് ദ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എന്ന് ഓർത്താൽ മതി. എങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ. സോ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ വന്നിട്ടാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ആണ് ഇപ്പൊ ടെർമിനേറ്റ് ചെയ്തത്. ഇനി ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് ഇവിടെ നിന്ന് സെറിബ്രൽ കോർട്ടക്സിലേക്ക്, സെറിബ്രൽ കോർട്ടക്സ് ഇതിപ്പോ ലെഫ്റ്റും റൈറ്റ് വേണമെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് റൈറ്റ് സൈഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുക. സോ ഇവിടെയുണ്ട് സംഭവം. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ഇവിടെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങോട്ടേക്കും ഓരോന്ന് പോകുന്നു. സോ ഇതാണ് തേർഡ് ഓർഡർ ന്യൂറോൺ. തേർഡ് ഓർഡർ ന്യൂറോൺ ഈസ് ഫ്രം ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ടു ദ സെറിബ്രൽ കോർട്ടക്സ്, സ്ട്രയാറ്റിക്. സോ ഇതിനെ നമ്മൾ വിളിക്കുക, ഈ ഏരിയ നമ്മൾ വിളിക്കുക കാൽക്കേറിയൻ. ഇവിടെ ഒരു ഫിഷർ ഉണ്ട്, കാൽക്കേറിയൻ ഫിഷർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷർ ഉണ്ട്. അപ്പൊ നമ്മളത് വരയ്ക്കുകയാണെങ്കിൽ, ബ്രെയിൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഓസിപിറ്റൽ ലോബ്. ഈ ഓസിപിറ്റൽ ലോബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫിഷർ ഉണ്ട്, കാൽക്കേറിയൻ ഫിഷർ. സോ ഒപ്റ്റിക് കാഴ്ചയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ ഫിഷറിന് മുകളിലും താഴെയായിട്ടാണ് ഇരിക്കുക. സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ ജെനിക്കുലോ, ബിക്കോസ് ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി. സോ ജെനിക്കുലോ കാൽക്കേറിയൻ ട്രാക്ട്സ്, ജെനിക്കുലോ എന്ന് എഴുതിയേക്കാം. ജെനിക്കുലോ കാൽക്കേറിയൻ ട്രാക്ട്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഒപ്റ്റിക് റേഡിയേഷൻസ് എന്നാണ്. സോ ഈ ഒപ്റ്റിക് റേഡിയേഷൻ, സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒപ്റ്റിക് റേഡിയേഷൻസ് എന്ന് വിളിക്കാം. ഈ ഒപ്റ്റിക് റേഡിയേഷൻ ഒറ്റയായിട്ടല്ല പോവുക, 2 ട്രാക്സ് ആയിട്ടാണ്. രണ്ടിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ജെനിക്കുലോ കാൽക്കേറിയൻ ട്രാക്സ് എന്ന് പറഞ്ഞത്. ഒരെണ്ണം മുകളിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരെണ്ണം മുകളിലൂടെ പോകാം, ഒരെണ്ണം താഴത്തു കൂടി പോകാം. താഴത്തു കൂടി പോകുന്നത് ടെമ്പറൽ ലോബ് വഴി പോകാം, മുകളിലൂടെ പോകുന്നത് പാരൈറ്റൽ ലോബ് വഴി പോകാം. പാരൈറ്റൽ ആൻഡ് ടെമ്പറൽ. സോ മുകളിലൂടെ പോകുന്നതിനെ നമ്മൾ സുപ്പീരിയർ റെറ്റിനൽ ഫൈബർ. സോ ഇതാണെങ്കിൽ മുകളിലൂടെ പോകുമെങ്കിൽ സുപ്പീരിയർ റെറ്റിനൽ ഫൈബേഴ്സ് എന്ന് വിളിക്കും. റേഡിയേഷൻസ് ആണ് രണ്ടും. താഴത്തു കൂടെ പോകുന്നതിനോ, അപ്പൊ താഴത്തു കൂടെ പോകുന്നതിനെ നമ്മൾക്ക് ഇൻഫീരിയർ റെറ്റിനൽ ഫൈബേഴ്സ്. വേറെ പല പേരൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്, മേയേഴ്സ് ലൂപ്പ് എന്നൊക്കെ പറയും. സോ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇതിനൊക്കെ ഉണ്ട്, ജസ്റ്റ് നമ്മൾ വിടുന്നു. എനിവേ കാൽക്കേറിയൻ ഫിഷറിലെ മുകളിലും താഴെയുമായിട്ടും എത്തുന്നു. സോ എത്തുന്നത് ഓസിപിറ്റൽ ലോബിലാണ്. ഓസിപിറ്റൽ ലോബിലാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഇരിക്കുന്നത്. അസോസിയേഷൻ ഏരിയ, സെൻസറി ഏരിയ, അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ ഉണ്ട്. സോ ഏരിയ നമ്പർ 17 ഉണ്ട്, ഏരിയ നമ്പർ 18 ആൻഡ് ഏരിയ നമ്പർ 19. സോ ബ്രെയിന്റെ ഒരുപാട് ഭാഗം, പുറകുഭാഗം മൊത്തം വിഷന് വേണ്ടി ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഭാഗമുണ്ട്. ഏരിയ നമ്പർ 17 18 ബ്രോഡ്ബാൻഡ്സ് ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ നമ്പർ 17 18 19 എല്ലാം ദിസ് ഈസ് ഫോർ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള. സോ കണ്ണിലെ റെറ്റിനയിൽ നിന്നും തുടങ്ങി ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ അവിടെ തന്നെ ആയിരുന്നു. ദെൻ ഒപ്റ്റിക് നെർവായി, ദെൻ ഒപ്റ്റിക് ചയാസം എത്തിക്കഴിഞ്ഞ് ഒപ്റ്റിക് ട്രാക്ട് എന്ന പേരിൽ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലെത്തി. അവിടെ നിന്ന് തേർഡ് ഓർഡർ. സോ ദിസ് ഈസ് തേർഡ് ഓർഡർ, ദിസ് ഈസ് സെക്കൻഡ് ഓർഡർ ആൻഡ് ഹിയർ ഈസ് ദ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. സോ ദിസ് ഈസ് വിഷ്വൽ പാത്വേ. വിഷ്വൽ പാത്വേ ഇതാണ്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് വിഷ്വൽ പാത്വേ നമുക്ക് പറയാം. ഇനി നമുക്ക് ലീഷൻസ് ഓഫ് ദ വിഷ്വൽ പാത്വേ ആണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് പാർട്ട് 2. ലീഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒന്ന് പ്രധാനപ്പെട്ട വാക്ക്, ഇത് ഒരു കണ്ണാണ്, ഇത് രണ്ടാമത്തെ കണ്ണ്. സോ 2 ഹാഫ് വരികയാണെങ്കിൽ മൊത്തം ഒരു കണ്ണിന്റെ മൊത്തം പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക അതിന് അനോപ്പിയ എന്ന വാക്കാണ്. നമ്മൾ ഇല്ല ഏതെങ്കിലും ഒരു ഭാഗം, സപ്പോസ് ഇവിടെ മാത്രമാണ് ഇപ്പോൾ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുക ഹെമി അനോപ്പിയ എന്ന വാക്കായിരിക്കും. ഹെമി അനോ. ഇനി ഇതുമായിട്ട് ചേർത്തിട്ടായിരിക്കും പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ മുഴുവൻ കാഴ്ചയും
പോകുന്നതിനെ നമ്മൾ അനോപ്പിയ എന്ന് പറയുന്നു. അപ്പൊ വലത് കണ്ണിന്റെ മാത്രമാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറയും? റൈറ്റ് സൈഡഡ് അനോപ്പിയ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിലോ ലെഫ്റ്റ് സൈഡഡ്, അല്ലെങ്കിൽ വൺ സൈഡഡ്, അല്ലെങ്കിൽ ബോത്ത്, രണ്ട് സൈഡും പോയിട്ടുണ്ടെങ്കിൽ ബോത്ത് സൈഡ്. അനോപ്പിയ എന്ന വാക്കാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ലീഷൻ വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ദ ലീഷൻ ഈസ് ഹിയർ. ലീഷൻ ഇവിടെയാണെങ്കിൽ ഈ കണ്ണിന്റെ മൊത്തം കാഴ്ചയും പോകും അല്ലെ, ഈ കണ്ണിന്റെ കാഴ്ച മൊത്തം പോകും. സോ ഫസ്റ്റ് ലീഷൻ ഈസ് ദി. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലും കാണാൻ പറ്റില്ല, ഈ സൈഡിലും കാണാൻ പറ്റില്ല, ഇവിടെ നിന്നുള്ളതും പോകും. സോ അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? റൈറ്റ് സൈഡഡ് അനോപ്പിയാണ്. ഇപ്പൊ ഞാൻ ഇത് വരച്ചത് റൈറ്റ് ഐ ആണ്, റൈറ്റ് സൈഡഡ് അനോപ്പിയാണ്. സോ മോണോ ഓക്കുലാർ ബ്ലൈൻഡ്നെസ് എന്നും വിളിക്കാം. റൈറ്റ് സൈഡഡ് അനോപ്പിയ, ഒട്ടും കണ്ടുകൂടാ, അതുകൊണ്ടാണ് അനോപ്പിയ. അല്ലെങ്കിൽ മോണോ ഓക്കുലാർ, ഒറ്റ കണ്ണിനെയാണ് ബാധിക്കുക. ഓക്കുലാർ ബ്ലൈൻഡ്നെസ് എന്ന് നമുക്ക് വിളിക്കാം. മോണോ ഓക്കുലാർ ബ്ലൈൻഡ്നെസ്. ഇനി നമുക്ക് ഹെമി അനോപ്പിയക്ക് ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ദ ലീഷൻ ഈസ് ഹിയർ. ഇവിടെയാണ് ലീഷൻ. ഈ ഒപ്റ്റിക് ചയാസത്തിൽ ഒരു ലീഷൻ ഉണ്ടായി എന്ന് കരുതുക. സോ ദിസ് ദ ലീഷൻ നമ്പർ 2. ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇവിടെ നിന്നുള്ള കാഴ്ച വരുന്നില്ല, ഇവിടെ നിന്നുള്ള കാഴ്ച വരും. നെയ്സൽ ഹാഫ് ഓഫ് ദ റെറ്റിനയാണ്. നെയ്സൽ ഹാഫ് ഓഫ് ദ റെറ്റ് ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തും വരുന്നില്ല. ശരിക്കും ഇത് എവിടെന്നാണ് വരുന്നത്? ടെമ്പറൽ സൈഡ് ആണ് അല്ലെ. ഇപ്പൊ കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ ഈ കണ്ണ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡ് ഐ ആണ്, ഇത് റൈറ്റ് സൈഡ് ഐ ആണെങ്കിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ടെമ്പറൽ സൈഡ് കാണാൻ വയ്യ. ഇതിന്റെ ടെമ്പറൽ സൈഡും നമുക്ക് കാണാൻ വയ്യ. അപ്പോ രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ബൈ ടെമ്പറൽ അല്ലെ. നമുക്ക് വിളിക്കാവുന്നത് ബൈ ടെമ്പറൽ എന്ന് വിളിക്കാം. ഓക്കെ, പകുതി മാത്രമേ പോകുന്നുള്ളൂ. ഈ സൈഡ് നമുക്ക് കാണാം, ഈ സൈഡ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇറ്റ് ഈസ് എ ഹെമി അനോപ്പിയ ആണ്. ഹെമി അനോപ്പിയ. സോ ഇവിടെയാണ് ലീഷൻ എങ്കിൽ ദാറ്റ് നെയിം ഈസ് ബൈ ടെമ്പറൽ ഹെമി അനോപ്പിയ എന്ന് നമുക്ക് വിളിക്കാം. ഇനി മൂന്നാമത്തെ കേസ്. സപ്പോസ് ദ ലീഷൻ ഈസ് ഹിയർ. ഇവിടെയും ലീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയും ലീഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ലീഷൻ ഇവിടെയാണെങ്കിൽ രണ്ടിന്റെയും ഇപ്സിലാറ്ററൽ അല്ലെ, സെയിം സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ ഇപ്സിലാറ്ററൽ എന്നാണ്. ഇപ്സിലാറ്ററൽ, അവിടെയാണ് ഡാമേജ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്സിലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്കും കാഴ്ച വരുന്നത് നെയ്സൽ ഹാഫിൽ നിന്നുള്ളതാണ്. ഈ സൈഡിലുള്ള കാണുന്നില്ല, ഈ സൈഡിൽ കാണുന്നില്ല. സോ ഇപ്പൊ കണ്ണ് ഇത് സെയിം, ഈ കണ്ണ് എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ കാണുന്നില്ല, ഇവിടത്തെ കാണുന്നില്ല. സോ ഇപ്പൊ ബൈ ടെമ്പറൽ എന്ന് പറയുന്നത് നമുക്ക് ബൈനേസൽ ഹെമി അനോപ്പിയ തന്നെയാണ്. ഹെമി അനോപ്പിയ. ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ ബൈ എന്നല്ല, ഏത് ലെഫ്റ്റ് സൈഡർ ആണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. സോ ഇവിടെയാണെങ്കിൽ ഇവിടെയും ഡാമേജ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ബൈനേസൽ ഹെമി അനോപ്പിയ എന്ന് വിളിക്കും. ഇനി നാലാമത്തെ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് ഒപ്റ്റിക് ചാസം കഴിഞ്ഞിട്ട് പോകുന്ന ലാറ്ററൽ ജെനിക്കുലേറ്റ് പോകുന്ന ഭാഗത്ത് ഇവിടെയാണ് ലീഷൻ വരുന്നതെങ്കിൽ, ഇവിടെ വരുന്ന ലീഷൻ സപ്പോസ് നമ്മളിത് പറയുന്നത് റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിന്റെ കാര്യമാണ് ഇപ്പൊ പറയാം. സോ നമുക്ക് കണ്ണൊന്ന് വരച്ചേക്കാം. രണ്ട് കണ്ണും വരയ്ക്കുന്നു, നമ്മൾ രണ്ട് സൈഡും വരയ്ക്കുന്നു. സോ ഇവിടെ വരുന്ന ട്രാക്ട് ഏതാണ്? ഇവിടെ വരുന്ന ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഇതാണ്. ദാറ്റ് മീൻസ് ഫ്രം ദ നെയ്സൽ ഹാഫ് ഓഫ് ദ റൈറ്റ് ഐയുടെ നെയ്സൽ ഹാഫ് ആണ്. സോ അത് ഇതാണ് റൈറ്റ് ഐയുടെ നെയ്സൽ ഹാഫ്, അല്ലെങ്കിൽ റൈറ്റ് റെറ്റിനയുടെ നമ്മളുടെ ടെമ്പറൽ ഹാഫ് ആണ്. അത് പോട്ടെ, നമുക്ക് കാഴ്ച വരുന്നത് ഇവിടെ നിന്നാണ്. ഇനി ലെഫ്റ്റ് ഐയുടെ ടെമ്പറൽ ഹാഫിൽ നിന്നാണ് വരുന്നത് അല്ലെ. ഇത് ഇവിടെ നിന്നാണ് വരിക. അതാ ലെഫ്റ്റ് ഐയുടെ ടെമ്പറൽ ഹാഫ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതാണ് കടന്നിങ്ങോട്ട് വരും. സോ ഇവിടെയും ബ്ലോക്ക് ആണ്, ഇവിടെയും കംപ്രഷനോ അല്ലെങ്കിൽ ഡാമേജ് ആണെങ്കിൽ സോ കാഴ്ച പോകുന്നത് ഒന്ന് ഇവിടത്തെയും കാഴ്ച പോകും, ഒന്ന് ഇവിടത്തെയും കാഴ്ച. സോ ഇതിനെ നമ്മൾ വിളിക്കുക, രണ്ട് ഭാഗത്തേയും പോകുന്നുണ്ട്. സോ ലെഫ്റ്റ് ഹോമോനിമസ് എന്നാണ് വിളിക്കുന്നത്. ലെഫ്റ്റ് ഹോമോനിമസ്. സോ ലെഫ്റ്റ് പറയാൻ കാരണം ഇത് ഇവിടെയാണ് പോയത്. ലെഫ്റ്റ് ഐയിലെയും പോയിട്ടുണ്ട്, ഓക്കെ, റൈറ്റ് ഐയിലെയും പോയിട്ടുണ്ട്, ഓക്കെ. ഹോമോനിമസ് ഇവിടെയും പോയിട്ടുള്ളതുകൊണ്ട് ഹോമോനിമസ് ഹെമി അനോപ്പിയ എന്ന് വിളിക്കാം. ഹെമി അനോപ്പിയ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ഹെമി അനോപ്പിയ ആണ്. രണ്ട് കണ്ണിലേയും പോയിട്ടുണ്ട്, പക്ഷെ രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഇതേപോലെ റൈറ്റ് ഹോമോനിമസ് ഹെമി അനോപ്പിയ നമുക്ക് ഉണ്ടാക്കാം. മീൻസ് ഡാമേജ് ഇഫ് വിസിറ്റ് ഹിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ്, അടുത്ത കേസ് നമ്മൾ ഡാമേജ് ഇവിടെയാണ് പറയാൻ പോകുന്നത്. ഡാമേജ് ഫ്രം ദ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ടു ദ വിഷ്വൽ കോർട്ടക്സിലേക്ക് പോകുന്ന ഭാഗം. സോ തേർഡ് ഓർഡർ ന്യൂറോണിലാണ് ഡാമേജ് എങ്കിൽ ഇവിടെ നമുക്കപ്പോൾ വിഷ്വൽ ഫീൽഡ് വരയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ വരച്ചത് 2 വെച്ചിട്ടാണ്, ഇനി നമുക്കതിനെ 4 ആക്കാം. എന്താന്ന് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ വിഷ്വൽ ഫീൽഡ് വരെ 4 ആക്കിയതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്വാഡ്രൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഒരു മുകൾ ഭാഗവുമായി ഒരു താഴ്ഭാഗവും കൂടി. മുകളില് സുപ്പീരിയർ, താഴെയുള്ള ഇൻഫീരിയർ, സുപ്പീരിയർ ഇൻഫീരിയർ. കാരണം എന്താ വെച്ചാൽ ഇവിടെ 2 നെർവുകളുണ്ട്, ഒന്ന് സുപ്പീരിയർ ഉണ്ട്, ഒന്ന് ഇൻഫീരിയർ ഉണ്ട്. ഇവിടെയാണ് ഡാമേജ് എങ്കിൽ ഇത് മാത്രം റൈറ്റ്, ഇത് വലത്തെ കണ്ണാണ്, വലത്തെ കണ്ണിന്റെ റൈറ്റ് സുപ്പീരിയർ റെറ്റിനൽ ഫൈബറിനാണ് ഡാമേജ്. ഇവിടെ ഡാമേജ് ഉണ്ട് കഴിഞ്ഞാൽ പോകുന്നത് ലെഫ്റ്റ് ഐയുടെ ഇൻഫീരിയർ ഭാഗത്തായിരിക്കും പോകുന്നത് ഇവിടെ ആയിരിക്കും, ലെഫ്റ്റ് ഐയുടെ ഇൻഫീരിയർ ഭാഗം ആൻഡ് റൈറ്റ് ഐയുടെയും ഇൻഫീരിയർ ഭാഗമായിരിക്കും. സോ ഇതിനെ നമ്മൾ വിളിക്കുക ക്വാഡ്രന്റ്, ലെഫ്റ്റ് ഇൻഫീരിയർ ക്വാഡ്രന്റ് ഹെമിലോപ്പിയ എന്നാണ് വിളിക്കുക.
ലെഫ്റ്റ് ഇൻഫീരിയർ ക്വാഡ്രന്റ് ഹെമിലോപ്പിയ. ക്വാഡ്രന്റ് എന്നുള്ള വാക്കും കൂടി ചേർത്തു ഹെമിലോപ്പിയ എന്നാണ് വിളിക്കുക. പകരം ഇവിടെയാണെങ്കിലോ, ഇവിടെയാണ് ഇൻഫീരിയർ ഫൈബറിലാണെങ്കിൽ സംഭവിക്കുക സുപ്പീരിയർ ആയിരിക്കും. അപ്പൊ ലെഫ്റ്റ് ഇൻഫീരിയറിന് പകരം മുകളിൽ നമ്മൾ വരയ്ക്കേണ്ടി വരും. സോ സുപ്പീരിയർ നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഇനി ഡാമേജ് ഇത് രണ്ടിനും ഒരേപോലെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ കാണുന്നതാണ് ഒരു ട്രാക്ട് വരുന്നത്, ഈ കാണുന്നതാണ് ഒരു ട്രാക്ട്. സോ ഇവിടുത്തെ കാണാൻ പറ്റില്ല, ഇത് ഇവിടുത്തെയാണ്, ഇവിടുത്തെയും കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ. ഇനി സപ്പോസ് ഡാമേജ് ഇവിടെ വരികയാണെങ്കിൽ, ഈ വിഷ്വൽ കോർട്ടക്സിൽ വരികയാണെങ്കിൽ, വിഷ്വൽ കോർട്ടക്സിൽ പല ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊരെണ്ണമാണ് നമ്മൾ പറയാ പോസ്റ്റ് സെറിബ്രൽ ആർട്ടറി. അവിടെ ഒരു ഒക്ലൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മാത്രമേ ഒക്ലൂഷൻ ഉള്ളൂ, ബാക്കിയുള്ള ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നു. അപ്പൊ അവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നടുവിൽ മാക്കുലയുടെ ഭാഗത്ത് കാഴ്ച ഉണ്ടാകും, ബാക്കിയുള്ള ഭാഗത്തെ കാഴ്ചയായിരിക്കും പോവുക. അപ്പൊ നമ്മൾ അതിനെ ഉദാഹരണം ഇടതുവശത്താണെങ്കിൽ ലെഫ്റ്റ് ഹോമോസൈമസ് ഹെമിയാനോപ്പിയ വിത്ത് സ്പെയറിംഗ് ഓഫ് മാക്കുല ലൂട്ടിയ, ഇവിടെ കാഴ്ച ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സൈഡിലൊക്കെ ആയിരിക്കും കാഴ്ച പോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിഷ്വൽ പാത്വേ ആൻഡ് ലീഷൻസ് ഓഫ് ദ വിഷ്വൽ പാത്വേ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ ആദ്യം കണ്ടത് വിഷ്വൽ പാത്വേ ആണ്, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ദെൻ ലീഷൻസ് ഓഫ് ദ വിഷ്വൽ പാത്വേയും കൂടി നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.